ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ നിന്നാൽ ഹെയർ കാണില്ല ഗൈസ്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കോംബ് എന്ന് പറയുന്നത്. ഹലോ കിറ്റീൻ്റെ ഒരു കോമ്പാണ്. നിങ്ങൾക്ക് ആർക്കൊക്കെ ഇങ്ങനെ ഡിസൈനൊക്കെ ഉള്ള കോമ്പുണ്ട് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ കെട്ടാൻ പോകുന്ന ഹെയർ സ്റ്റൈൽ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു ഹെയർ സ്റ്റൈൽ പോലെയാണ്. കാരണം ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല, അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു ഹെയർ സ്റ്റൈലാണ്. ഞാൻ കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഫസ്റ്റ് നിങ്ങളെ മുടി ഇത് ഇങ്ങനെ ഇരിക്കുക. ഞാനിന്ന് നല്ല ഷാമ്പൂ ഒന്നും ഇട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് കുറച്ച് മുടി ഇങ്ങനെ എടുക്കണം. ദെൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്മോൾ ബൺസ് ഉണ്ടോ, ബൺസോ അങ്ങനെ മുടിക്കും അങ്ങനെയാണ് ഞാനൊക്കെ പറയാറ്. ആ സംഭവം ഉണ്ട്, ഇത് ഇങ്ങനെ ഒന്ന് കൊടുക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പം റെഡിയായി. നമ്മുടെ ഹെയർ സ്റ്റൈൽ എനിക്ക് കുറേ ഉണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ ഗൈസ്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മുടി ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇതുണ്ട്, ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചേർക്കാം ഗൈസ്. ഈ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് പലവർക്കും അറിയായിരിക്കും, പക്ഷെ ഞാൻ ഇതിൻ്റെ ഒന്നും വീഡിയോസ് അധികമൊന്നും കണ്ടില്ല, അതാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ബട്ട് ഇതെല്ലാവർക്കും അറിയുന്നൊരു ഹെയർ സ്റ്റൈലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സെക്കൻഡ് ഞാൻ ബ്ലൂ എടുക്കുന്നുണ്ട്. പല കളർഫുൾ ആകുമ്പോൾ നിങ്ങളെ മുടി കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഓരോ റെയിൻബോ കളറിലെടുത്തത്. എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഐഡിയ ഒന്നും കിട്ടില്ല. ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ തോന്നും. ഞാൻ വീഡിയോ എടുക്കും, ബട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യില്ല. അതാണ് എൻ്റെ മെയിൻ പരിപാടി. ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. ഓക്കെ, നിങ്ങളെ കുറേ സൗണ്ട്സൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവും, അപ്പോൾ സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഞാൻ ക്രഞ്ചീസാണ് കെട്ടാൻ ഉദ്ദേശിച്ചത്. ബിക്കോസ് ഇത് ഭയങ്കര ചെറുതാണ്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല. ഇത് ഞാൻ വെറുതെ ഒന്ന് കെട്ടാൻ ഞാൻ നിങ്ങൾക്ക് കെട്ടിക്കാണിക്കാം. ഇത് ക്രഞ്ചീസ് യൂസ് ചെയ്യുന്നോ, എനിക്ക് നോർമൽ വേറെ ബൺസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നത് നല്ലത്. നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും കുറേ ഇങ്ങനെ കുത്തിക്കൊടുക്കാം. ഞാനതൊന്ന് കാണിച്ചു തരാം. ഞാനിത് ഈ ബൺസ് എടുക്കാൻ വേണ്ടി അവിടെ വരെ ഒന്ന് പോയതാണ്. അപ്പുറത്തെ റൂമിലാണ് എൻ്റെ ഇങ്ങനത്തെ ബൺസും കാര്യങ്ങളൊക്കെ. ബൺസ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, എങ്ങനെയെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ യെല്ലോ കുത്തി. ഇനി ഇത് കണ്ടോ, ഇത് ലൈറ്റ് പിങ്ക് ആയിരുന്നു, ഇപ്പോൾ ഇത് ഈ കളറായി. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതേപോലത്തെ കുറേ ഹെയർ സ്റ്റൈൽസ് ചെയ്തു, ബട്ട് അതൊന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല ഗൈസ്, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഗ്രീൻ നമ്മൾ ഓൾറെഡി കുത്തിയതാണ്. ഒന്നും കൂടി ഗ്രീൻ കുത്താം. വേറെ കളേഴ്സൊന്നും എനിക്കില്ല ഗൈസ്, ഇത്ര കളേഴ്സേ ഉള്ളൂ, അധികം കളേഴ്സൊന്നും ഇല്ല. ഇതൊരു സെറ്റാണ്, ഒരു സെറ്റല്ല 2 സെറ്റാറ്റം 3 സെറ്റാറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ഒരേ കളേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഉണ്ടല്ലോ, ഇതേ ഒരു യെല്ലോ കൂടി, ഒരു യെല്ലോ അവിടെ ഉണ്ട്. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ വരുന്നത്. ശരിക്കും ഇങ്ങനെയാണ് നല്ലത്, ബട്ട് എനിക്കിങ്ങനെ കിട്ടുന്ന ഇഷ്ടമല്ല. ഞാനിത് ക്രഞ്ചീസ് കിട്ടുന്നുണ്ട്, ക്രഞ്ചീസ്. പിന്നെ ഗൈസ്, എനിക്ക് നല്ലപോലെ മുടിയുണ്ടായിരുന്നു ഗൈസ്. ഇതിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറേ ചെറിയ മുടിയായി മാറുന്നതാണ്. കാരണം കണ്ടോ ഗൈസ്, നിങ്ങൾക്ക് തീരെ കട്ടിയില്ലാത്ത പോലെ തോന്നിക്കും. ഇങ്ങനെയാണ്. ഓക്കെ, ഞാൻ നിന്നിട്ടൊന്ന് കാണിച്ചു തരാം. മിററിൽ നോക്കി, മിറർ മേക്ക് ഓവറിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു,
പോസ്റ്റ് ചെയ്തില്ല.